കനത്ത തിരിച്ചടിയിൽ മുഖം നഷ്ടമായി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം. എവിടെ നിന്ന് തിരുത്തും, എങ്ങനെ തിരുത്തുമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് പാർട്ടിയും സർക്കാരും. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ? അതല്ലേ പ്രധാനമായിട്ടും നോക്കുക. കേട്ടല്ലോ, സ്വാമിയെ പോലെ സ്വഭാവശുദ്ധിയുള്ള ഒരാള് പറയുന്നത് അക്ഷരം പ്രതി കേട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങളൊരു സ്വയം ബുദ്ധി ചെലവഴിക്കണ്ടേ? അതെ, എന്റെ വിവരമില്ലായ്മ കൊണ്ടാണോ നിന്റെ വിവരക്കേട് കൊണ്ടാണോ എനിക്കറിയില്ല. നീ എന്താ ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ്, രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത്. അത് മനസ്സിലാക്കണ്ടേ? അതിന് ബോധം വേണ്ടേ? ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കണം. വെറുതെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. കഴിഞ്ഞ തവണ 19 സീറ്റും വൃത്തിയായി തോറ്റപ്പോൾ പഴി പറയാൻ ശബരിമല പ്രശ്നവും രാഹുൽ ഫാക്ടറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കണക്ക് പറയരുത് സാറേ, ഒരു ഭൂമി ഉൽക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇത്തവണ 8 വർഷത്തെ ഭരണം മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ക്ഷേമ പെൻഷനും ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം മുടങ്ങിയതോടെ ജനരോഷം കടുത്തു. പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ അതിനോടൊന്നും പ്രതികരിക്കാതെ അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? ഇവനോ ചെയ്യിച്ചു സർ.